നമ്മൾ ഇന്ന് എവിടെ പോകുന്നതെന്ന് അറിയാമോ? കന്യാകുമാരി. നമുക്കിന്ന് പോയാലോ? വാ ഇങ്ങോട്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് കന്യാകുമാരി പോവാണ്. മോള് പറഞ്ഞതുപോലെ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് കേട്ടോ. ഇന്നലെ രാത്രി തീരുമാനിച്ചതാ രാവിലെ കന്യാകുമാരി പോകാൻ. ഇന്ന് അവധിയും കൂടിയാണ് മോൾക്ക്. അപ്പം നമ്മൾ വിചാരിച്ചു എങ്കിൽ ഒന്ന് കന്യാകുമാരി പോയിട്ട് വരാം. ആമി ആദ്യമായിട്ടാണ് പോകുന്നത്, ഇതുവരെ മോള് പോയിട്ടില്ല. 10 മണിയായി കേട്ടോ നമ്മൾ ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഒന്ന് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞതാ വീണ്ടും നമ്മൾ വണ്ടി നിർത്തി കോൺ മേടിക്കുവാണ്. കോണൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മേടിക്കാണ്ട് പോകാൻ പറ്റത്തില്ല. 3 പേർക്ക് ഒരുപോലെ ഇഷ്ടമുള്ള സംഭവമാണ്. പിന്നെ ഉച്ചയായി കേട്ടോ, എല്ലാവർക്കും നല്ല വിശന്നു, 1:30 അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കോണൊക്കെ മേടിച്ച് എല്ലാം പതുക്കെ നമ്മൾ ചെല്ലുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ എത്താമായിരുന്നു. നമ്മളിങ്ങനെ ഇടയ്ക്ക് നിർത്തുന്നതുകൊണ്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ദേ നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. നന്നായിട്ട് തളർന്നു മീൻസ് വിശന്നു, അതാണ് സംഭവം. നല്ല വിശന്നു. അപ്പോൾ എന്തായാലും റൂമിൽ കൊണ്ടുവന്നെല്ലാം വച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കന്യാകുമാരിയിൽ എത്തിയിട്ടേ കഴിക്കത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് വന്നത്, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് കഴിക്കാമായിരുന്നു. അങ്ങനെ ആദ്യം ബാഗൊക്കെ കൊണ്ടുവച്ചിട്ട് നേരെ പോയി ഫുഡ് കഴിക്കുവാണ്. ആമിക്ക് മീൽസ് മേടിച്ചു. ആമിക്ക് ചോറും തൈരും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പാടില്ല കഴിക്കാൻ. അവൾ സ്വന്തമായിട്ട് തന്നെ പിന്നെ അങ്ങ് കഴിച്ചോളും. തൈരും പരിപ്പും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. നമ്മളും കഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങി നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്കൊരു തൊപ്പി മേടിക്കാൻ പോയതാണ്. നല്ല വെയിലാണ്. അപ്പോൾ തൊപ്പി മേടിച്ചപ്പോൾ അവൾ ബാഗും കൂടെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പം മറ്റേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടല്ലോ പ്രിൻറ്റ് തരുന്ന, അവർ വന്നിട്ട് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞതാണ്, പക്ഷേ അവർ സമ്മതിപ്പിച്ചെടുത്തു. അങ്ങനെ അവർ ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ കൈനോട്ടക്കാരിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആമിക്ക് ആദ്യത്തെ സംഭവമാണല്ലോ ഇതൊക്കെ. അപ്പോൾ എന്താണെന്നൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. அம்மையாள் நேமுக்கு நல்ல ஒரு காடு, அவங்க பேருக்கு நல்ல ஒரு சமயங்கள் உண்டா. சிவனும் பார்வதியும் கிட்ட இருக்க அச்சனை கண்ட ஒரு வேஷம் போடும், அம்மையை கண்ட ஒரு பாசம் கொண்டாடும், சிரிச்சட மயக்கப்பட்டோம். ஆனால் வளர வளர அச்சன் நம்பிக்கை நல்ல பிறகு வாங்கி தரும். நல்ல பிறகு வாங்கி தரதில்லை, பெருக்க வேண்டும். அச்சன் நம்பிக்கை நல்ல பிறகு வாங்கி தரும், பிறகு வாங்கி தரதில்லை. அது ஒரு வாகனம் ஒன்று பெருக்க திருச்சி போன குடும்பங்கள்லாம் ராசிக்கு தெரிச்ச நேரத்தில் ஒரு தெய்வ உருக்காட்டாக நினைக்கிறது. இந்த தெய்வ நேரத்தை இருந்தால் செஞ்சாலே நடக்கலாம். மூத்தது அண்ணன் அக்கறை யாரும் உண்டா? யாரும் இருக்குதில்லை. ஆனால் பின்னாடி ஒரு தம்பி ஒரு தங்கச்சி ஏதாவது ஒரு பொண்ணு கொண்டு வாங்கி கட்டி தெரிகிறது. இது ராசிக்கு பேராசிக்கு தெய்வ நேர்த்தி இருந்தாலும் கண்டிப்பாக செஞ்சாலே அதை வளர வளர வள்ளியும் பணக்காரியாகி வைக்கப்பட்டு வயசு 20 കഴിഞ്ഞ് வெளியேற்றுற காரியெல்லாம் போகிறதுக்கு வைக்கப்பட்டு അവൾക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഭയങ്കര അത്ഭുതത്തോടെ അവിടെ ഇരിക്കുവാണ് കേട്ടോ. ആ ഒരു തത്തമ്മേനെ കണ്ടിട്ട് അവൾ വിചാരിച്ചിരുന്നത് അതെടുത്തിട്ട് അവളുടെ കൈ കൊണ്ടുവന്ന് കാർഡ് കൊടുക്കും എന്നാണ് അവൾ പ്രതീക്ഷിച്ചത്. ആദ്യമായിട്ട് കാണുവാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊന്നിങ്ങനെ കറങ്ങി നടന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ കടകളിൽ കയറിയിട്ടൊന്നും മേടിക്കാനല്ലെങ്കിലും എനിക്കിങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ സംഭവങ്ങളൊക്കെ കണ്ട് ഓരോന്നും ചെന്ന് ചോദിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളൊന്ന് നടന്നു. എന്നിട്ട് ബീച്ചിൽ ഇറങ്ങാം എന്നുള്ളൊരു ഇതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ബീച്ചിൽ ഇറക്കുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണോ ഇപ്പോഴെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ വർഷമായി കേട്ടോ, ആമി ജനിക്കുന്നതിന് മുന്നെയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു സ്ഥലത്ത് എല്ലാവരും ഇറങ്ങുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നു. പക്ഷെ അവിടെ നമ്മളൊന്ന് കാല് നനച്ചപ്പോൾ തന്നെ പുറകിൽ നിന്ന് കയറാൻ സെക്യൂരിറ്റി വന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആരെയും ഇറക്കുന്നില്ല. പിന്നെ വീണ്ടും നമ്മളൊന്ന് അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, മഴയായി. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്ന് കറങ്ങി നടന്നിട്ട് 8 മണിയായി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അവൾ കട്ട് ഫ്രൂട്ട്സ് മതി എന്ന് പറഞ്ഞിട്ട് നേർന്ന് കഴിക്കുവാണ്.
ഇനി നമുക്ക് ഇന്ന് ബോട്ടിൽ പോകാനൊക്കെ വിചാരിച്ചിട്ടാണ് പോയി നോക്കിയത്. പക്ഷേ ഇന്ന് ടൈമിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാളെ രാവിലെ എണീറ്റിട്ട് ബോട്ടിൽ പോകണം. ഇതേ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് ഇറങ്ങാൻ പോവാണ്. ഞാൻ ഇത് ഉറങ്ങുവായിരുന്നു. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ചോദത്തില്ലേ? അപ്പൊ നമ്മൾ രാവിലെ എണീറ്റ് ബോട്ടിൽ പോവാണ്. ഗുഡ് നൈറ്റ്. എവിടെ പോവാ? ബോട്ടിൽ പോവാണോ? ഗുഡ് നൈറ്റ്. ഇപ്പൊ പെട്ടെന്ന് കിടന്ന് ഉറങ്ങിക്കോ. ഓക്കെ. അപ്പോൾ ഇതേ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും റെഡിയായി. മോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ഓഡിയോ റെക്കോർഡായിട്ടില്ലായിരുന്നു. അതെന്താണെന്ന് അറിയില്ല. ഇനി കുറേ വീഡിയോസിനൊന്നും ഓഡിയോ വന്നില്ല. ഇപ്പോൾ ഇതേ രാവിലെ എണീറ്റ് ഡാൻസൊക്കെ കളിക്കുവാണ്. ഏത് പാട്ടാന്ന് പോലും എനിക്ക് പിടികിട്ടുന്നില്ല. ഓഡിയോ ഇല്ലായിരുന്നു. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അവർക്ക് ഇങ്ങനെ കറങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്ക് വലിയ സംഭവം അല്ലാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര വലിയ കാര്യങ്ങളാണ്. ഭയങ്കര അത്ഭുതത്തോടെ എല്ലാം കാണുകയും നടക്കുകയും ഒക്കെ ചെയ്യും. നന്നായിട്ട് എൻജോയ് ചെയ്തു അവൾ. അപ്പോൾ ഇത് അവിടെ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇഡ്ഡലിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. നേരെ നമ്മളിതാ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണിത്. നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. കുറേ നേരം നിന്നു നമ്മൾ. നല്ല വെയിലും ഉണ്ടായിരുന്നു. കുറേ അങ്ങ് ചെന്നപ്പോൾ 2 ക്യൂ ഉണ്ടെന്ന് മനസ്സിലായി. ഒന്ന് ഇത്രയും താമസിച്ച് നല്ല സമയമെടുത്ത് പോകുന്ന ക്യൂവും, പിന്നെ നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റായിട്ട് അവിടെ എത്താൻ പറ്റുന്ന ഒരു ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൽ തന്നെയാണ് കെയർ ചെയ്തത്. അതിലോട്ട് കയറാൻ നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. അതിന് നല്ല കൂടുതലാണ്. പിന്നെ സെയിം സ്ഥലത്തോട്ട് തന്നെയല്ലേ ചെല്ലുന്നതെന്ന് വിചാരിച്ചിട്ട് ഇതിൽ തന്നെയാണ് പോയത്. അപ്പോൾ ദേ നമ്മൾ ക്യൂ ഒക്കെ കഴിഞ്ഞ് അപ്പുറത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ബോട്ട് കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ ചെന്നപ്പോൾ വീണ്ടും ഒരു ക്യൂ ഉണ്ട് കേട്ടോ. അത് ലേഡീസും ജെൻസും സെപ്പറേറ്റ് ക്യൂ ആണ്. അപ്പോൾ ഏട്ടൻ അപ്പുറത്തെ സൈഡിൽ കുറച്ച് പുറകിലാണ്. നമ്മൾ കുറച്ച് ലേഡീസിന് കുറവായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലോട്ടാണ്. ഞാൻ വിചാരിച്ചതുപോലെയൊന്നും അല്ലായിരുന്നു. എനിക്ക് ബോട്ടിൽ കയറിയിട്ട് സീറ്റ് കിട്ടിയില്ല മീൻസ് നമുക്ക് നടുക്കായിപ്പോയി. സൈഡിലൊന്നും ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആമിയും കൊണ്ട് ഇങ്ങനെ പോയി അതൊക്കെ കാണിക്കാം ഇതൊക്കെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് പോയിട്ട് സീറ്റ് കിട്ടാണ്ട് വിഷമമായിപ്പോയി. അങ്ങനെ ദേ നമ്മൾ വിവേകാനന്ദ പാറയിലെത്തി. നല്ല തീ പോലത്തെ വെയിലാട്ടോ. ഇനി നമ്മളവിടെ ചെരുപ്പൊക്കെ കൊടുത്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. കണ്ടു. നമ്മൾ കാണിച്ചു തരാം. അത് കാണിക്കാൻ പാടില്ലടാ. അവിടെ ഫോട്ടോ എടുത്തുകൂടാ. ഈ വീഡിയോ മുതലാണ് നമുക്ക് സൗണ്ട് തിരിച്ചു കിട്ടിയത്. ഇതെന്താ പറ്റിയെന്ന് അറിയത്തില്ല. റെക്കോർഡായതാണ്, പക്ഷേ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടുന്ന് തിരിച്ചു വരാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ കിടന്ന് ഓടിക്കളിയായിരുന്നു. തൊപ്പി വെച്ചിട്ട് എറിയും, കാറ്റത്ത് അത് കൊണ്ടുപോകും. പിന്നെ അതിൻ്റെ പുറകെ ഓട്ടമായിരുന്നു. എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിച്ചാണൊന്ന് കൊണ്ടുപോയത്. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിൽ കയറി നിൽക്കുകയാണ്.
ഇപ്പോൾ പക്ഷേ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തായാലും ഇനി സൈഡ് സീറ്റ് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നേരത്തെ പോലെയാണെങ്കിൽ നമ്മൾ വീണ്ടും സെൻറ്ററിൽ തന്നെ ആവും, അത്രയും ആളുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളെ പുറകിൽ വരുന്ന ആൾക്കാരെ ഫുള്ള് നമ്മൾ കയറ്റി വിട്ടിട്ട് ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തു അടുത്ത ബോട്ട് വരുന്നത് വരെ. ഭാഗ്യത്തിന് സെക്യൂരിറ്റി നമ്മളടുത്ത് പോകാൻ പറഞ്ഞില്ല കേട്ടോ. എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ടായിരുന്നു ചെന്ന് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ നിൽക്കുവാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കാം സീറ്റിന് വല്ലതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളടുത്ത് മാത്രം പറഞ്ഞില്ല. അങ്ങനെ നമ്മളെല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ വിചാരിച്ചപ്പോൾ തന്നെ അടുത്ത ബോട്ട് വന്നു. അതിലാദ്യം തന്നെ കയറാൻ പറ്റി. നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് സെലക്ട് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സൈഡ് സീറ്റ് കിട്ടി. അപ്പോൾ ദേ തിരിച്ചെത്തിയപ്പോൾ നല്ല തളർന്നു, കാരണം തീ വെയിലായിരുന്നല്ലോ. അപ്പോൾ ദേ ഒരു കരിക്കൊക്കെ കുടിച്ചിട്ട് നിൽക്കുവാണ്. വീണ്ടും നമ്മൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഒന്നും മേടിച്ചില്ലായിരുന്നു. അപ്പോൾ ആമിക്ക് ഫ്രണ്ട്സിനൊക്കെ കുറച്ച് സംഭവങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഷെല്ല് വെച്ചിട്ട് ഇങ്ങനെ കുട്ടി കുട്ടി സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവൾ തന്നെ ഏതൊക്കെ ആൾക്കാർക്ക് ഏതൊക്കെ കൊടുക്കണം എന്നൊക്കെ സെലക്ട് ചെയ്ത് മേടിച്ച് വെച്ചു. എന്നിട്ട് നമ്മളിതേ ഉച്ചയായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നലെ പോയ അതേ ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ പോയത്. നല്ല ഫുഡായിരുന്നു. അപ്പോൾ അവിടെ തന്നെ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു. കളിക്കാൻ പോവാ. നമ്മൾ കൂത്ത് കാണിക്കാൻ കേറി. എന്നിട്ട് നമ്മൾ കഥ തുറക്കാൻ പാടാണ്. ഇന്നലെ കഴിച്ച ഹോട്ടലിൽ വന്നു. അത് നല്ല ഫുഡായിരുന്നു. ടാറ്റാ. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ വാക്സ് മ്യൂസിയത്തിലൊന്ന് പോകുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെയും കൂടെ പോയി അത് കഴിഞ്ഞിട്ട് കുഴിപ്പളം ബൊട്ടാണിക്കൽ ഗാർഡനിലും കൂടെ കയറിയിട്ടേ നമ്മൾ വീട്ടിൽ പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങുവാണ്. ഇനി പ്രത്യേകിച്ച് ഇവിടെ കാണാനൊന്നുമില്ല. കല്ല് മുട്ടായോ? കല്ല് പോലെ ഇരിക്കുവാണോ? ടേസ്റ്റ് ഇല്ലേ? ഇനി എങ്ങോട്ട് പോവാം? വാക്സ് മ്യൂസിയം. വാക്സ് മ്യൂസിയം എവിടാ? നമുക്ക് വഴി തെറ്റി. നമ്മൾ പുറകിലോട്ട് പോവാം. ഇന്ത്യാസ് ഫസ്റ്റ് വാക്സ് മ്യൂസിയം. അതാണ് വാക്സ് മ്യൂസിയം. അപ്പോൾ ദേ നമ്മൾ വാക്സ് മ്യൂസിയത്തിലേക്കാണ് അടുത്ത് പോകുന്നത്. അപ്പോൾ അതിനെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.